ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റിട്ട വ്യക്തി പുണ്യാവശ്യക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുണ്യാവശ്യക്കാരനായ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിയോ ഇദ്ദേഹത്തിൻ്റെ കുടുംബമോ ഇദ്ദേഹത്തിൻ്റെ വാപ്പ മുസ്ലിം ലീഗ് CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, CPM-ൻ്റെ സജീവ പ്രവർത്തകനാണ്. ഈ റോഷൻ എന്ന വ്യക്തിക്ക് മുസ്ലിം ലീഗുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ CPM-ൻ്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകൾ അത് ഒരു 15 വർഷം അതിൻ്റെ മുമ്പ് ഒരു MSF-ൻ്റെ ഒരു പദയാത്ര നടന്നപ്പോൾ ആ പദയാത്രയിൽ കയറി ഒരു ഫോട്ടോ എടുത്തതാണ്. അതല്ലാതെ ഈ മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയപ്പെട്ട റോഷനും കുടുംബവും സജീവമായിട്ട് CPM-ൻ്റെ സഹയാത്രികരാണ്. പിന്നെ അതിന് ഈ ഞായറാഴ്ച ഈ പോസ്റ്റർ വന്നതിൻ്റെ ഒരു സ്റ്റൈല് കണ്ടറിയാം. ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളാണത് മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റർ വന്നു, ഒരു ലക്ഷക്കണക്കിന് ഫേക്ക് ഐ ഡികൾ ഉണ്ടാവും. അതിന് ഈ ഒരു ID-യിൽ ഈ ഷാനു എന്നുള്ള ഈ ID-യിൽ ഈ പോസ്റ്റ് വന്നു എന്നുള്ളത് അറിയലും ഈ ലിങ്ക് പ്രചരിപ്പിക്കുകയും മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ മാത്രമാണ്. അത് 1.5-2 മണിക്കൂറിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പരാതി ചെന്ന മുറക്ക് ഇതെല്ലാവരും ഇവർ ഡിലീറ്റ് ചെയ്തു. ഇപ്പോഴാണ് ഇവര് MSF-കാരനാണ്, MSF നേതാവാണ്, MSF-ന്റെ പ്രവർത്തകനാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന കൊടും DYFIയുടെ ക്രിമിനലിനെ കുറിച്ച് പറയുകയാണ്. MSF-കാരനാണത്രേ. എന്താ തെളിവ് 15 വർഷം മുമ്പ് ഈ ക്രിമിനൽ അതുവഴി MSF-ന്റെ ഒരു പദയാത്ര പോയപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നൊരു ഫോട്ടോ എടുത്തു. 15 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയും പൊക്കി പിടിച്ച് വന്നിട്ടാണ് ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലായിട്ടുള്ള DYFIയുടെ തെമ്മാടിയെക്കുറിച്ച് MSF-കാരനാണ്, MSF-ന്റെ നേതാവാണ് എന്നൊക്കെ അന്തംകമ്മി അടിമകൾ, തീട്ടന്നക്കുന്ന അന്തംകമ്മി അടിമകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ പൊന്യാകുർശിക്കാർക്ക് ഇങ്ങനെ ഒരു MSF-കാരനെ അറിയില്ല. പെരിന്തൽമണ്ണയിലെ പൊന്യാകുർശിക്കാർക്ക് ഇങ്ങനെ ഒരു ലീഗുകാരനെ കുറിച്ച് അറിയില്ല. പെരിന്തൽമണ്ണയിലെ പൊന്യാകുർശിക്കാർക്ക് ഇങ്ങനെ ഒരു യൂത്ത് ലീഗുകാരനെ കുറിച്ച് അറിയില്ല. മറിച്ച് ഈ മുഹമ്മദ് റോഷനെ പൊന്യാകുർശിക്കാർക്ക് നല്ല പോലെ അറിയാം. അത് എങ്ങനെയാണ് അറിയുന്നത്? എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഹുസൈനാർ എന്ന് പറയുന്ന സഖാവ് ഉസുവിൻ്റെ മകനാണ് എന്നുള്ളത് പൊന്യാകുർശിക്കാർക്കറിയാം. സഖാവ് ഉസു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്നുള്ളത് പൊന്യാകുർശിക്കാർക്കറിയാം. ഉസുവിൻ്റെ കുടുംബം നല്ല ഒന്നാന്തരം അടിമ സഖാക്കളാണ് എന്നുള്ളത് പൊന്യാകുർശിക്കാർക്കറിയാം. അപ്പോൾ പൊന്യാകുർശിക്കാർക്ക് ഈ പറയുന്ന മുഹമ്മദ് റോഷനെ കുറിച്ച് MSF-കാരനാണെന്നോ യൂത്ത് ലീഗുകാരനാണെന്നോ മുസ്ലിം ലീഗുകാരനാണെന്നോ എന്നുള്ള അഭിപ്രായം മാത്രമല്ല, അങ്ങനെ ഒരാൾ MSF-കാരനല്ല, ലീഗുകാരനല്ല, യൂത്ത് ലീഗുകാരനല്ല എന്നുള്ളതറിയാം. മനസ്സിലായില്ലേ? ആ പൊന്യാകുർശിയിലെ ഹുസൈനാർ എന്ന് പറയുന്ന സഖാവ് ഉസുവിൻ്റെ മകൻ മുഹമ്മദ് റോഷൻ ഇതും ചെയ്യും, ഇതിനപ്പുറം തന്തയില്ലായ്മയും ചെയ്യും. ഇനി ഞാൻ ഉസുവിൻ്റെ മകനാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നിനക്ക് ഉറപ്പുണ്ടോടാ എന്ന്. എനിക്കുറപ്പൊന്നുമില്ല. ജനന സർട്ടിഫിക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് സഖാവ് ഹുസൈനാർ എന്ന് പറയുന്ന സഖാവ് ഉസുവിൻ്റെ പൊന്യാകുർശിയിലെ സഖാവ് ഉസുവിൻ്റെ മകനാണ് എന്നാണ് ജനന സർട്ടിഫിക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ DNA ടെസ്റ്റ് ഒന്നും നടത്താൻ പോയിട്ടില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല ഉസുവിൻ്റെ തന്നെ മകനാണോ എന്നുള്ളത്. എന്താണെങ്കിലും ഈ തന്തയില്ലായ്മ തരം ചെയ്യാൻ സഖാവ് ഉസുവിൻ്റെ പേരിലുള്ള മകൻ തന്നെ ആ DYFIയുടെ ക്രിമിനൽ ഗുണ്ട തന്നെയാണത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? അതല്ലെങ്കിലും അങ്ങനെയാണ്. ഈ മാപ്പിള സഖാവായാൽ ഈ മാപ്പിള സഖാക്കന്മാർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? മാപ്പിള സഖാവായി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ വസീഫിനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. വസീഫ്, മുഹമ്മദ് റിയാസ് ഉദാഹരണങ്ങളാണ്. ഈ മാപ്പിള സഖാവായാൽ എന്താ പ്രശ്നം? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, പെരുന്നാൾ ദിവസം മുഹമ്മദ് റിയാസ്
മറ്റൊരാളുടെ കൂടെ ഇരിക്കുക, അപ്പോൾ ആ വ്യക്തിയോട് ഒട്ടിയിരിക്കുക, ആ വ്യക്തിയുടെ ഇടതുഭാഗത്ത് ആ വ്യക്തിയോട് ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. അന്ന് ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ആ വ്യക്തി 2 കൈകളും ഉയർത്തിയിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാണ്. അപ്പോൾ ഈ മുഹമ്മദ് റിയാസ് എങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഇരിക്കുന്നത് അതെന്തുകൊണ്ടാ? ഈ മാപ്പിള സഖാവായാലുള്ള പ്രശ്നം അതാണ്. ആര്? മാപ്പിള സഖാവായാലുള്ള പ്രശ്നം ഇതാ. സാധാരണ സഖാക്കൾക്ക് എന്തൊക്കെയാണ് പണികൾ ഉണ്ടാവുക? എന്താ പണി സഖാക്കളെ പറയും? കൊലപാതകം, കൊള്ളയടിക്കുക, കഞ്ചാവ് കച്ചവടം, ഡ്രഗ് മാഫിയ, സ്പിരിറ്റ് കടുത്ത്, കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടുത്ത്, അല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. TP ചന്ദ്രശേഖരനെ കൊന്നവരാരാ? ആരാ? ഇപ്പൊ കാരായി രാജൻ തലശ്ശേരിയിൽ മത്സരിക്കുന്നു. ആരാ? കൊലയാളിയാ. ആരെ കൊന്നേ? ഫസലിനെ കൊന്നേ, അല്ലേ? ഇനി TP ചന്ദ്രശേഖരൻ്റെ കൊലയാളികളായിട്ടുള്ള സഖാക്കള് ഈ പറയുന്ന CPMന്റെ കൊട്ടേഷൻ സംഘം. ഓരോ പാർട്ടിക്കും അവരുടെ പോഷക സംഘടനകൾ ഒരുപാടുണ്ടാവുമല്ലോ. അത്തരത്തിൽ CPMനുള്ള ഒരു പോഷക ഘടകമാണ് ഈ കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത്. TPയെ 56 വെട്ടിക്കൊന്ന ആളുകൾ. ഇവർ കഴിഞ്ഞ ദിവസം മാഹിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ? തലശ്ശേരിയിലെ ബാറിൽ കയറി, ബാറിനകത്തല്ല, ഇവർ പോകുന്ന വാഹനം ബാറിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റുന്നു. ആ കോമ്പൗണ്ടിൽ വാഹനത്തിൽ വെച്ച് വേണ്ട വിധത്തിൽ മദ്യസൽക്കാരം നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മാപ്പിള സഖാവായാൽ ആ നാട്ടിൽ ഇനി കുത്തിത്തിരിപ്പിന് വേറെ ഒരാളുടെ ആവശ്യം ഉണ്ടാവില്ല. ഉടായിപ്പ് എന്ന് പറഞ്ഞാൽ മാപ്പിള സഖാവായാൽ പ്രശ്നം എന്തറിയോ? ഇവൻ്റെ ഉപദ്രവം മുഴുവൻ ഉണ്ടാകുന്നത് ഇവൻ്റെ നാവ് കൊണ്ടായിരിക്കും. എന്നാൽ സഖാക്കളുടെ പ്രശ്നങ്ങൾ എന്താ? സഖാക്കൾ നാവ് കൊണ്ടും ഉപദ്രവിക്കും, കൈ കൊണ്ടും ഉപദ്രവിക്കും, കാലുകൊണ്ടും ഉപദ്രവിക്കും, മനസ്സുകൊണ്ടും ഉപദ്രവിക്കും, എല്ലാം കൊണ്ടും ഉപദ്രവിക്കും. പക്ഷേ മാപ്പിള സഖാവിൻ്റെ ആയുധം എന്താണ്? നാവായിരിക്കും. അതുപോലെയാണ് ഈ ഹുസൈനാർ, പൊന്യാകുർശിയിലെ ഹുസൈനാർ എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം. പൊന്യാകുർശിക്കാർക്ക് എന്ത് നല്ലത് വന്നാലും എല്ലാ കാര്യത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹുസൈനാർ എന്ന് പറയുന്ന സഖാവ് ഹുസുവിൻ്റെ ഏർപ്പാട്. ആ സഖാവ് ഹുസുവിൻ്റെ തന്ത സഖാവായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ തങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് പല ഐഡിയ ഉണ്ടാക്കുന്നു. 2-3 മാസം മുമ്പ് അത് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി IP അഡ്രസ്സ് എല്ലാം ഫേക്ക് ചെയ്ത് VPN ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ സഖാവ് ഹുസൈൻ്റെ മകൻ ഇതിനു മുമ്പ് ആരാ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് സഖാവ് ഹുസുവിൻ്റെ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന സഖാവ് ഹുസുവിൻ്റെ മകൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? നാട് കടത്തിയതാ. എന്താ കാര്യം? കാപ്പ കേസിലെ പ്രതിയാണ്. കാപ്പ കേസിലെ മാത്രമാണോ പ്രതി? അല്ലല്ലോ, ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം തെമ്മാടിയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് തെമ്മാടിയായി? വേറൊന്നുമല്ല കാരണം തന്ത നല്ല ഒന്നാന്തരം സഖാവാണ്, സഖാവ് ഹുസുവിൻ്റെ മകനാണ്. അപ്പോൾ ഞാൻ ഈ ആളെ കിട്ടി മക്കളെ ആളെ കിട്ടി എന്ന് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ലേ പെരിന്തൽമണ്ണയിലെ DYFIയുടെ നേതാവാണെന്ന്? അതാണ് ഈ പറയുന്ന പെരിന്തൽമണ്ണയിലെ പൊന്യാകുർശിയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം സഖാവ് ഹുസുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഹുസൈനാർ എന്ന സഖാവ് ഹുസുവിൻ്റെ മകൻ, കാപ്പ കേസ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് റോഷൻ. MSFകാരനല്ല, MSFൻ്റെ നേതാവല്ല, MSFൻ്റെ പ്രവർത്തകനല്ല, ആരുമല്ല, അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കല്യാണ ആലോചന വന്നു എന്ന് കരുതുക. ഈ കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആദ്യം വീട്ടിൽ പോകും, കാണും, ബാക്കിയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണം ആ വീട്ടിൽ ചെന്നിട്ടാണോ അന്വേഷിക്കുന്നത്? അല്ലല്ലോ, ആ നാട്ടുകാരോടാണ് അന്വേഷിക്കുന്നത്, അല്ലേ? ആ നാട്ടുകാരോടാണ് അന്വേഷിക്കുന്നത്. അതുപോലെ പൊന്യാകുർശിയിൽ ഒന്ന് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ സഖാവ് ഹുസൈനാർ എന്ന ഹുസുവിൻ്റെ മകൻ മുഹമ്മദ് റോഷൻ MSFകാരനാണോ, യൂത്ത് ലീഗുകാരനാണോ, അതോ മുസ്ലിം ലീഗുകാരനാണോ, ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഏർപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ സഖാവ് ഉസുവിൻ്റെ മകനെ MSFകാരനാക്കാൻ പല ശ്രമങ്ങൾ സൈബർ ഹാൻഡിലുകളിൽ അന്തംകമ്മി അടിമകൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്താ അന്തംകമ്മി അടിമകളുടെ പ്രശ്നം? അന്തംകമ്മി അടിമകൾ കിട്ടി മക്കളെ കിട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ആളുകളുമായിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ പോസ്റ്റ് വരുന്നു ഞായറാഴ്ച രാത്രി, അല്ലേ? പോസ്റ്റ് വരുന്നു, പോസ്റ്റിന് ലൈക്ക് അടിച്ചവരും കമൻ്റ് അടിച്ചവരും പോസ്റ്റിന് റീച്ച് ഉണ്ടാക്കിയവരൊക്കെ ഇവരുടെ അന്തംകമ്മി അടിമകളുടെ സൈബർ നേതാക്കന്മാർ, വാണങ്ങളായിട്ടുള്ള ചില ആളുകളാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ചില ബോർഡുകളുടെ ചെയർമാനായിരിക്കുന്ന വ്യക്തി പോലും ഇതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ അന്തംകമ്മി അടിമകൾ പണി തുടങ്ങിയിട്ട് നാളുകളായിട്ടുണ്ട്. ഇന്ന ദിവസം വെടി പൊട്ടിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ആ വെടി പൊട്ടുമ്പോൾ അത് വേണ്ട വിധത്തിൽ പ്രചരിപ്പിച്ചോളണമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട്, അതല്ലെങ്കിലും അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാനൊരു ഏത് പോസ്റ്റ്, എത്ര പ്രിയമില്ലാത്ത പോസ്റ്റാണെങ്കിലും ഞാനൊരു പോസ്റ്റിന് ലൈക്ക് അടിച്ചാൽ അപ്പോൾ അത് എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് കൂടി അതെത്തും. സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗരിതം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തംകമ്മി അടിമകളുടെ സൈബർ ഹാൻഡിലുകൾ, ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സൂചനകൾ നൽകിയപ്പോൾ. പാണക്കാട് തങ്ങൾ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്. ആ പാണക്കാട് കുടുംബത്തിൻ്റെ പാണക്കാട് എന്നുള്ളത്, ആ പാണക്കാട് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പേരിൽ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധരായിട്ടുള്ള ചില ആളുകളൊക്കെ ലൈക്ക് അടിച്ചിട്ട് ഉണ്ടാക്കിയതാ. അപ്പോൾ ഈ പേജ് ഉണ്ടാക്കിയത് 3 മാസം മുമ്പ്. പേജ് ഉണ്ടാക്കുമ്പോൾ തന്നെ IP അഡ്രസ്സ് ഫേക്ക് ചെയ്തുകൊണ്ട് VPN ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ IP അഡ്രസ്സിലാണ് ഈ പേജ് ഉണ്ടാക്കിയത് തന്നെ, ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയത് തന്നെ, അല്ലേ? അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പോസ്റ്റുകളും ഇതേ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റും വന്നത് ഇതേ രീതിയിൽ തന്നെ. ഇപ്പം പറഞ്ഞു വരുന്നത്, സഖാവ് ഉസുവിൻ്റെ മകൻ മുഹമ്മദ് റോഷൻ MSFകാരനല്ല. അന്തംകമ്മി അടിമകൾക്ക് MSFകാരനാക്കാൻ വലിയ തിടുക്കമുണ്ടാവും. കാരണം എന്താ? ഇത് പാളിപ്പോയ ഒരു അറ്റംപ്റ്റാണ്. കാരണം ലീഗിൻ്റെ പട ഒന്നടങ്കം അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ആകെ വയർത്ത് കുളിച്ചു എന്നുള്ളതാണ്, അല്ലേ? കയ്യിൽ കിട്ടിയാൽ തീർക്കും അവനെ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് പാണക്കാട്ട പട്ടാളം ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചത്. അതല്ലെങ്കിലും ലീഗിൻ്റെ മക്കൾക്ക് അങ്ങനെയാ. ചിലതൊക്കെ വല്ലാതെ അവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിലും വലിയ കാര്യമാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അതൊരു വാശിയാണ്. ആ വാശിപ്പുറത്ത് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ സഖാവ് ഉസുവിൻ്റെ മകനും സോക്കോൾഡ് മകനാണ്. ഞാൻ ആദ്യമേ അതിന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, DNA ടെസ്റ്റൊന്നും ഞാൻ നടത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഉസുവിൻ്റെ മകനെന്ന് പറയപ്പെടുന്ന വ്യക്തിയുമൊക്കെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? അതുകൊണ്ടാണല്ലോ വിതിൻ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ലൈക്ക് അടിച്ചു, ചിലയിടങ്ങളിലൊക്കെ എത്തിച്ചു, വിതിൻ സെക്കൻഡ് പ്രൊഫൈൽ തന്നെ ഡിലീറ്റ് ആക്കുന്നു, അല്ലേ? വിതിൻ സെക്കൻഡ് പ്രൊഫൈൽ തന്നെ ഡിലീറ്റ് ആക്കി. എന്താ കാര്യം? അത് ലീഗിൻ്റെ മക്കളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പണി തീർന്നു, കഥ തീരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, MSFകാരനാക്കാനാണ് ഉദ്ദേശമെങ്കിൽ, ലീഗുകാരനാക്കാനാണ് ഉദ്ദേശമെങ്കിൽ, യൂത്ത് ലീഗുകാരനാക്കാനാണ് ഉദ്ദേശമെങ്കിൽ സഖാവ് ഉസുവിനും അങ്ങനെ ഒരു അഭിപ്രായമില്ല, സഖാവിൻ്റെ ഉസുവിൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇനി സഖാവ് ഉസുവിനെയും ഉസുവിൻ്റെ കുടുംബത്തെയും ഉസുവിൻ്റെ മകൻ എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് റോഷനെയും അറിയുന്ന പൊന്യാകുട്ടിക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം തീരെയില്ല. അവർക്കൊക്കെ ഉസുവിനെക്കുറിച്ചും ഉസുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഉസുവിൻ്റെ മകനെക്കുറിച്ചും എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് നല്ല ഒന്നാം തരം അന്തംകമ്മി തീട്ടം നക്കുന്ന അടിമകളാണ് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം.